വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ ബന്ധുവായ മറ്റൊരു പെൺകുട്ടിയെ കൊല്ലാൻ ലക്ഷ്യമിട്ടിരുന്നതായി വിവരം. ബന്ധുവായ പെൺകുട്ടിയെയും പിതൃമാതാവിനെയും കൊലപ്പെടുത്തിയ ശേഷം സ്വർണം തട്ടിയെടുക്കാനായിരുന്നു പ്രതി ആദ്യം ലക്ഷ്യമിട്ടിരുന്നത്. പെൺകുട്ടിയുടെ മാല തട്ടിയെടുക്കുകയെന്ന ലക്ഷ്യത്തോടെ സമീപിച്ചെങ്കിലും അത് നടന്നില്ല. കടമായി മാല വേണമെന്നും ക്ലാസ് കഴിഞ്ഞ് നെടുമങ്ങാട് വഴി വന്നാൽ മതിയെന്നും പെൺകുട്ടിയോട് അഫാൻ പറഞ്ഞിരുന്നു. എന്നാൽ കടം നൽകാൻ പറ്റില്ലെന്നറിയിച്ച് പെൺകുട്ടി ഒഴിഞ്ഞു മാറുകയായിരുന്നു. മാതാവ് ഷെമിയെ കൊണ്ടും പെൺകുട്ടിയിൽ നിന്ന് മാല വാങ്ങാൻ ശ്രമിച്ചെങ്കിലും അതും പരാജയപ്പെട്ടു. തുടർന്നാണ് പിതൃമാതാവിലേക്ക് എത്തുന്നത്. കടബാധ്യത വർദ്ധിച്ചതോടെ പിതാവിന്റെ ബന്ധുക്കൾ തുടർച്ചയായി ഷെമിയെ കുറ്റപ്പെടുത്തിയത് തന്നെ ചൊടിപ്പിച്ചിരുന്നുവെന്നും അഫാൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം അഫാന്റെ വധശ്രമത്തിനിടയിൽ പരിക്കുകളോടെ രക്ഷപ്പെട്ട ഷെമി 17 ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെയാണ് ആശുപത്രി വിട്ടത്. അഫാന്റെ കൊലപാതക പരമ്പരയെക്കുറിച്ചുള്ള വിവരം വളരെ വൈകിയാണ് ഷെമിയെ ബന്ധുക്കൾ അറിയിച്ചത്. ഇതിനു പിന്നാലെ അഫാനെ കാണണമെന്ന് ഷെമി ബന്ധുക്കളോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഷെമിയുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് അഫാനെ കാണിക്കാൻ പോലീസും ബന്ധുക്കളും തയ്യാറായിട്ടില്ല. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന്റെ 2ാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയാക്കിയതിനെ തുടർന്ന് അഫാനെ ഇന്നലെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അടുത്ത കേസിന്റെ തെളിവെടുപ്പിനായി വെള്ളിയാഴ്ച കസ്റ്റഡിയിൽ വാങ്ങാനാണ് വെഞ്ഞാറമൂട് പോലീസിന്റെ തീരുമാനം. ഫെബ്രുവരി 24-ാം തീയതിയായിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നത്. പിതൃമാതാവ് സൽമ ബീവി, പിതൃസഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാഹിദ, സഹോദരൻ അഫ്സാൻ, പെൺസുഹൃത്ത് ഫർസാന എന്നിവരെയായിരുന്നു അഫാൻ കൊലപ്പെടുത്തിയത്. മാതാവ് ഷെമിയെ ആക്രമിച്ചപ്പോൾ അവർ മരിച്ചെന്നായിരുന്നു അഫാൻ കരുതിയിരുന്നത്. തുടർന്നാണ് 5 കൊലപാതകങ്ങൾ നടത്തിയ ശേഷം അഫാൻ എലിവിഷം കഴിക്കുകയും പോലീസിൽ കീഴടങ്ങുകയും ചെയ്തത്.